സമീപകാലത്ത് മലയാളത്തിലും തമിഴിലുമായി നിരവധി പ്രേക്ഷക പ്രീതി ആർജിച്ച ചിത്രങ്ങളാണ് റീമേക്ക് ചെയ്ത് തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശനത്തിന് എത്തിയത്. അപ്പോഴെല്ലാം മലയാളി സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കേൾക്കാൻ കൊതിച്ച വാർത്തയാണ് ഇപ്പോൾ ജീവൻ വയ്ക്കുന്നത്. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രത്തിൽ ഒന്നായ മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിൽ റിലീസിന് ഒരുങ്ങുകയാണെന്ന്. ഓഗസ്റ്റ് 17 മാറ്റിനി നൗവും E4 എന്റർടൈൻമെന്റ്സും ചേർന്ന് മോളിവുഡിൽ തന്നെ ഏറ്റവും വലിയ റിലീസിനായ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നു. 1993 ഫാസിലിന്റെ സംവിധാനത്തിലായിരുന്നു മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തത്. മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന, തിലങ്കൻ, നെടുമുടി വേണു, ഇന്നസെന്റ്, സുധീഷ്, KPSC ലളിത തുടങ്ങി മലയാള സിനിമയിലെ വമ്പൻ താരനിര തന്നെ അണിനിരന്ന ചിത്രമായിരുന്നു അത്. കാലാതീതമായി ഇന്നും തലമുറകളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഓരോ കാഴ്ചയിലും അതിനോടുള്ള അഭിനിവേശം കാണികളിൽ പുതുമ കെടാതെ നിലനിർത്തുന്ന മലയാളത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണ് മണിച്ചിത്രത്താഴ്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 4K അറ്റ്മോസിഫ് റിലീസ് ചെയ്യുന്ന ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുമ്പോൾ മലയാള സിനിമാ പ്രേമികർക്ക് അത് മറക്കാനാവാത്ത ഒരു അനുഭവം ആവുമെന്ന് തീർച്ചയായുമുണ്ട്. സംവിധായകൻ ഫാസിലിന്റെ സംവിധാനത്തിന്റെ പാടവത്തിൽ ഉരുത്തിരിഞ്ഞ വന്നപ്പോൾ അത് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച സിനിമാ അനുഭവങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. കേന്ദ്ര കഥാപാത്രങ്ങളായ ഗംഗ, നാഗവല്ലി എന്നിവരെ അവതരിപ്പിച്ച ശോഭനയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിരുന്നു. 1993 ഏറ്റവും നല്ല ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രം സ്വന്തമാക്കി. കന്നഡയിൽ അപ്തമിത്ര, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനാക്കി തമിഴിലും തെലുങ്കിലും ചന്ദ്രമുഖി, ഹിന്ദിയിൽ ബൂൽബുലയ്യ എന്നീ പേരുകളിലും ചിത്രം റീമേക്ക് ചെയ്ത് ഇറക്കിയിരുന്നു. എല്ലാ ചിത്രങ്ങളും വൻ വിജയമാണ് നേടിയത്. സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ സിനിമാ ചർച്ചകളിലും ട്രോൾ മീമിലും ഏറ്റവും അധികം നിറഞ്ഞു നിന്ന ചിത്രം കൂടിയാണ് മണിച്ചിത്രത്താഴ്. ഓരോ കാഴ്ചയിലും കൂടുതൽ ഗംഭീരമാകുന്ന ആ ഒരു നിത്യഹരിത ഹാസ്യ രംഗങ്ങളായാലും മലയാളികൾ മികച്ച ആ ക്ലൈമാക്സ് രംഗങ്ങളായാലും തിയേറ്ററുകൾ അനുഭവിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും. അതായത് മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്യുമ്പോൾ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന ആ ഒരു അനുഭൂതി തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ്.